കേരളത്തിന്റെ ആയോധന ചരിത്രത്തിൽ കളരിപ്പയറ്റിന്റെ തുടക്കവും പ്രചാരണവും ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. എങ്കിലും ചരിത്രപരമായി നിരവധി പ്രമുഖ മുസ്ലിം കളരി അഭ്യാസികളും ഗുരുക്കന്മാരും ഈ മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രധാന ചരിത്ര പശ്ചാത്തലവും സംഭാവനകളും. സാമൂതിരിയുടെ അഭ്യാസികളും കുഞ്ഞാലിമരക്കാന്മാരും. മധ്യകാല മലബാറിൽ സാമൂതിരിയുടെ നാവികസേനയും കരസേനയും നയിച്ച മാപ്പിള യോദ്ധാക്കൾ കളരിപ്പയറ്റിൽ അതീവ പ്രഗത്ഭരായിരുന്നു. കുഞ്ഞാലിമരക്കാർമാർ സ്വന്തമായി കളരികൾ നടത്തുകയും യോദ്ധാക്കൾക്ക് ആയോധന പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. പരമ്പരാഗത മുസ്ലിം ഗുരുക്കന്മാർ മലബാറിലും പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ, തിരുവിതാംകൂർ ഭാഗങ്ങളിലും തലമുറകളായി കളരിപ്പയറ്റും മർമ്മചികിത്സയും പരിശീലിക്കുകയും അധ്യാപനം നടത്തുകയും ചെയ്ത പ്രമുഖ മുസ്ലിം ഗുരുക്കന്മാർ ഉണ്ടായിരുന്നു. തുഞ്ചൻ പറമ്പ് ആൻഡ് പാരമ്പര്യ കളരികൾ. തുഞ്ചൻ പറമ്പിലെയും കടത്തനാടൻ പാരമ്പര്യത്തിലെയും പഴയ കളരികളിൽ മുസ്ലിം ആശാന്മാർ സജീവമായിരുന്നു. ആയോധന കലയ്ക്ക് പുറമെ കളരി ചികിത്സ, ഒഴിച്ചിൽ, അസ്ഥി ചികിത്സ, ബോൺ സെറ്റിംഗ് എന്നിവയിലും ഇവർ പ്രശസ്തി നേടി. മാപ്പിള കലാരൂപങ്ങൾ. കളരിപ്പയറ്റിന്റെ അടിസ്ഥാന അടവുകളും ചുവടുകളും ആസ്പദമാക്കിയാണ് മുസ്ലിം സമുദായത്തിനിടയിൽ കോൽക്കളി, പരിചമുട്ടുകളി തുടങ്ങിയ ജനപ്രിയ കലാരൂപങ്ങൾ വികസിച്ചു വന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ കളരിപ്പയറ്റ് സംസ്കാരം രൂപപ്പെടുന്നതിലും പരിപാലിക്കുന്നതിലും ഹൈന്ദവ മുസ്ലിം പാരമ്പര്യങ്ങൾ ഒരുപോലെ കൈകോർത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്.